ചർച്ച തുടരുമ്പോൾ ഏറ്റവും നിർണായകമായ ചില കാര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ശ്രീ ജോർജ് ജോസഫ്, അതായത് ഇന്ന് കേരളത്തിൽ ഉയരുന്ന ഒരാവശ്യം, നമ്മൾ 100 കാര്യം പറഞ്ഞാലും 200ആണ് വലുത്. സുകേഷിൻ്റെ അന്വേഷണ റിപ്പോർട്ടിന് അല്ലെങ്കിൽ സുകേഷിൻ്റെ ഇടപെടലിൽ, സുകേഷിൻ്റെ കാര്യത്തിലുള്ള ഒരു വിശ്വാസ്യത ജനങ്ങളുടെ ഇടയിൽ, KPCC അധ്യക്ഷൻ പോലും പറയുന്നു ജനകീയ കോടതിയാണ് ഇനി തീരുമാനിക്കേണ്ടത്. ജനങ്ങളുടെ മുമ്പിലുള്ള ആ ധാരണയെ മറികടക്കാൻ എന്തൊക്കെ സാങ്കേതിക വിദ്യകൾക്ക് സാധിക്കും, സാങ്കേതികത്വങ്ങൾക്ക് സാധിക്കും? ശ്രീ ജോർജ് ജോസഫ്. ഇല്ല, അത് ജനകീയമായ ഒരു അടിത്തറ ഈ കേസിനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതൊരു ബാറുകാരും സർക്കാരിൻ്റെ പോളിസിയും തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ് വന്നത്. കൈക്കൂലി വാങ്ങുന്നത് അല്ല അങ്ങനെ വന്നതിന് ശേഷമാണ് ഈ കൈക്കൂലിയുടെ ആരോപണം വന്നത്. പക്ഷേ നമുക്ക് ഇന്ന് വരെ വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ ഇന്ന് വരെ നമുക്ക് അതിനൊരു എവിഡൻസ് കണ്ടുപിടിക്കാൻ വിജിലൻസിന് സാധിച്ചില്ല എന്നുള്ള വസ്തുത നിലനിൽക്കുകയാണ്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അത് ഇനി മുന്നോട്ട് കേസ് എങ്ങനെ പോയാലും ശരി, അത് ഇപ്പം സുകേശൻ കണ്ടുപിടിച്ച അല്ലേ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിനപ്പുറത്തോട്ടൊന്നും വരാൻ സാധ്യത വളരെ കുറവാണ്. അതൊക്കെ അന്വേഷണം ഏറ്റെടുത്ത സമയത്ത് തന്നെയാണ് അത് ചെയ്തു തീർക്കേണ്ടത്. ആ ഡിലേ വന്നുകൊണ്ട് അങ്ങനെ എവിഡൻസ് ഉണ്ടെങ്കിൽ തന്നെ അതിനി കണ്ടെത്താൻ സാധിക്കില്ലെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. കാരണം ഇതിന് അപ്പുറത്ത് ഒരു എവിഡൻസ് ഇനി വരാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി വരത്തില്ല. കാരണം അത് തന്നെയല്ല, ബിജു രമേശ് തീർച്ചയായിട്ടും ആദ്യം കൊടുത്ത പരാതിക്കകത്ത് ഇതിനകത്ത് വേറെ മന്ത്രിമാരുടെ പേരും പറയുന്നുണ്ട്, ഇത് കൂടുതൽ അഴിമതി കാണിച്ചെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ആദ്യം സപ്രസ് ചെയ്ത് വെച്ചിട്ട് മാണിയുടെ മാത്രം പറഞ്ഞപ്പോഴാണ് കേസ് പാളിയത്. മറ്റേതൂടെ വരണമായിരുന്നു, അത് പറഞ്ഞിട്ടില്ല. ഉണ്ടായാലും ശരി, ലേറ്റായി. നമ്മൾ വളരെ ഇത് ഒരു ലീഗൽ പ്രോസസ്സ് വന്നു കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അൺറിലയബിളായിട്ട് നമുക്ക് തോന്നി. കാരണം എന്നെപ്പോലുള്ളവർ നോക്കുന്ന അതാണ്. ബിജു രമേശ് പറഞ്ഞ മൊഴിക്കകത്ത് എന്തുകൊണ്ട് നേരത്തെയുള്ള ഒന്നിച്ചു കൊടുത്തെന്ന് അവർ പറയണേ, മറ്റു 2 മന്ത്രിമാരുടെ കാര്യം പറഞ്ഞില്ല. അപ്പോൾ അത് പറയാതെ സപ്രസ് ചെയ്ത് വെച്ചിട്ട് മാണിയുടെ മാത്രമായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ അത് ഒരു പാളിച്ചയായിപ്പോയി. ബിജു രമേശിൻ്റെ ഭാഗത്തുള്ള ഒരു പാളിച്ചയാണത്. പിന്നെ ഇതിനകത്ത് ഡിമാൻഡ് ഇല്ല, ഇത് അങ്ങേര് സന്തോഷത്തോടെ പൈസ കൊടുത്തെന്നുള്ള രീതിയിലാണ് തെളിവ് വരുന്നത് മുഴുവൻ ആദ്യം. കാരണം എന്നറിയാം, കാര്യം നടക്കണം, കാര്യം നടക്കാൻ സന്തോഷത്തോടെ പൈസ കൊടുക്കുകയാണ്. ഒരു കോംപ്ലിമെന്റ് വില കൊടുത്തെന്നാണ് പറയുന്നത്. ശ്രീ ജോർജ് ജോസഫ് പറയുന്ന കാര്യം വേറൊരു അർത്ഥത്തിൽ അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് എന്ന് പറഞ്ഞെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ വരുന്നത് അവരുടെ കണ്ടൻഷനാണത്. സാറിത് പറയേണ്ട. സാർ, ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഇവിടെ ഇന്നലെ എലഗൻസ് ബിനോയ് അദ്ദേഹം ആദ്യം ഈ കേസിനെതിരായി നിലപാടെടുത്ത ഒരാളാണ്, ബിജു രമേശിനെതിരായി ചേരുന്ന ഒരാളാണ്. ഇന്നലെ അദ്ദേഹം ഒരു ദൃശ്യമാധ്യമത്തിൽ ശക്തമായ അഭിപ്രായ പ്രകടനം നടത്തി. കൂടുതൽ തെളിവുകൾ ഞങ്ങൾ കൂടി കൊടുക്കാം, ഇത്ര പേരെ മാത്രമല്ല ഞങ്ങളും തെളിവ് കൊടുക്കാം എന്ന് പറഞ്ഞു വരുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉദ്യോഗസ്ഥരെ ഭീഷണി നിർത്തുന്നതെന്ന് മാത്രമല്ല, ബിജു രമേശാണ് പീപ്പിൾ TVയിലെ ചർച്ചയിൽ ഈ വാർത്ത പുറത്തുവിടുന്നത്. തുടർന്ന് അദ്ദേഹം ശക്തമായി അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. അദ്ദേഹം തന്നെ പറഞ്ഞു, പല പ്രലോഭനങ്ങളും എനിക്ക് വന്നു. പിന്നീട് കണ്ടതെന്താ, വർഷങ്ങളായി അദ്ദേഹം താമസിക്കുന്ന വീടിൻ്റെ അടിയിലൂടെ, ആ വീട് തറവാട് കുളന്തുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ ഓഫീസുകളിൽ റെയ്ഡ്, വിവിധ ഒരു ഗവൺമെൻറ്റിന് മിഷണറി ഉപയോഗിച്ച് എന്തെല്ലാം ഒരു പൗരന് നേരെ ചെയ്യാം, അതെല്ലാം ചെയ്യില്ലേ? ശ്രീ എ റഹീം അത് തന്നെയാണ് ജോർജ് ജോസഫ് പറഞ്ഞത്. അതായത് ജോർജ് ജോസഫ് പറഞ്ഞതിലെ നിർണായകമായ ഒരു കാര്യം നമുക്ക് പരിശോധിക്കാം. ഒന്ന്, നിർണായകമായ തെളിവുകൾ കിട്ടിയില്ല എന്ന്. അതായത് റെയ്ഡ് നടത്തി തൊണ്ടിപ്പണം അടക്കം കണ്ടെത്തുന്നതിലേക്ക് പോയില്ല എന്ന് നിങ്ങളൊക്കെ പറഞ്ഞ ആവശ്യം തന്നെയല്ലേ? എങ്ങനെ സല്യൂട്ട് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെ അന്വേഷിക്കാനാകും? അത് തന്നെയാണ് വേറൊരർത്ഥത്തിൽ നിയമപരിപ്രേക്ഷ്യത്തോടെ ജോർജ് ജോസഫ് മുമ്പോട്ട് വെക്കുന്നത്. എങ്കിലോ അല്ല, ഇതിനകത്ത് ഗവൺമെൻറ് തുടരുന്നിടത്തോളം ഇതിനകത്ത് ഫെയർ എൻക്വയറി നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പരാമർശിച്ചത്, ഏത് ആരോപണം ഉയർന്നാലും ആ സീറ്റ് മാറണം. ഞാൻ ഒഴിഞ്ഞു പോകുന്നു, കാരണം അത് എൻ്റെ കീഴിൽ നടക്കില്ല. അങ്ങനെയൊരു നിലപാടല്ലേ എടുക്കേണ്ടത്. ഇന്നലെ വിൻസൻ പോൾ പറഞ്ഞെന്താ, ഞാനിരിക്കുമ്പോൾ എനിക്ക് സ്വാഭാവികമായും സുകേശനായിരിക്കുമല്ലോ അന്വേഷിക്കുന്നത്, എന്നെ സംബന്ധിച്ച് ഞാൻ കൊടുത്ത റിപ്പോർട്ട് കോടതി തള്ളി. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് അവിടെ ഇരിക്കാൻ ധാർമ്മികതയുടെ ഒരു പ്രശ്നമുണ്ട്, വിജിലൻസിലുള്ള ജനങ്ങളുടെ വിശ്വാസം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ആ വാക്കുകൾക്കുള്ളിൽ ഒരു വിശ്വാസ്യതയുടെ ഒരു സ്പർശമുണ്ടാക്കാൻ അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് സർക്കാർ ഇവിടെ ഇപ്പോൾ കണ്ടാൽ തോന്നുന്ന കാര്യം, വിൻസൻ പോൾ അഴിമതി നടത്തുകയും KM മാണി അന്വേഷണ ഉദ്യോഗസ്ഥരുമാണെന്നാണ് കണ്ടാൽ തോന്നുക. KM മാണിയല്ലേ ഇവിടെ അഴിമതി നടത്തിയത്? ആ KM മാണിയല്ലേ അന്വേഷിക്കേണ്ടത്? അദ്ദേഹത്തിൻ്റെ വീടല്ലേ റെയ്ഡ് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നല്ലേ കൊടുത്ത കറൻസി തിരിച്ചു പിടിക്കേണ്ടത്? ഇല്ലെങ്കിൽ എവിടെ ചിലവഴിച്ചു എന്ന് തിരിച്ചു അറിയേണ്ടത്? അതെല്ലാം ഇദ്ദേഹത്തിന് അറിയാലോ സാർ. എവിടെയാണ് ഇതെല്ലാം അന്വേഷണത്തിൽ ഘട്ടങ്ങളിലല്ലേ? അങ്ങനെയെങ്കിൽ താങ്കൾ റിട്ടയർഡ് SP ആണ്.
താങ്കൾക്ക് നിയമപരമായ ഓരോ പ്രശ്നങ്ങളെക്കുറിച്ചും വളരെ ആധികാരികമായി അറിയാം. ഇതെല്ലാം ആ പോലീസ് ചട്ടങ്ങളിലൂടെ നോക്കിക്കാണുകയും ഒക്കെ കൃത്യത വരുത്തുകയും ചെയ്യുന്നതിൻ്റെ അഭിപ്രായത്തിലാണ്. അത് വിടൂ, കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണത്തിൻ്റെ പ്രസക്തിയിലേക്കല്ലേ താങ്കൾ വിരൽ ചൂണ്ടുന്നത്? അല്ല, കോടതിയുടെ മേൽനോട്ടം വന്നാലും എവിഡൻസ് വരാതെ എന്ത് ചെയ്യാൻ ഒക്കും നമുക്ക്? കോടതി ഓരോ അതിനൊന്നും ആരും തടസ്സമില്ല. കാരണം കോടതിക്ക് ഒരു മേൽനോട്ടം വന്നു കഴിഞ്ഞാൽ കുറച്ച് അപ്രൈറ്റ് ആവും ഉദ്യോഗസ്ഥന്മാർ. പക്ഷേ എവിഡൻസ് കിട്ടണ്ടേ? ഒരു ഇതിനകത്ത് സെക്ഷൻ പ്രിവെൻഷൻ ഓഫ് കറക്റ്റ് ആക്ടിന്റെ പരിധിയിൽ 7, 8, 9, 10 ഒറ്റ സംശയം നിവാരണം. സർ, ക്വിക്ക് വെരിഫിക്കേഷൻ കഴിഞ്ഞു. ക്വിക്ക് വെരിഫിക്കേഷനിൽ പരാതി നിലനിൽക്കും എന്ന് ബോധ്യമായി. FIR രജിസ്റ്റർ ചെയ്തു. ഇല്ല, അതിനോട് ഞാൻ എതിർക്കുകയാണ്. ക്വിക്ക് വെരിഫിക്കേഷനോട് ആ ഭാഗത്ത് ഞാൻ എതിർപ്പുണ്ട്. കാരണം ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ഒരു എൻക്വയറിയാണ്. അത് സത്യമാകാൻ നൽകാം. ഒരാൾ പറയുകയാണ് കൈക്കൂലി സർവീസിലുണ്ടായിരുന്നപ്പോൾ സാർ അന്വേഷണം നടത്തി, സാറിന് ബോധ്യമാണെന്ന് തോന്നി കൊടുത്ത കേസുകളെല്ലാം കോടതി ശിക്ഷിച്ചിട്ടുണ്ടാവും. എന്റെ അടുത്ത് ഞാൻ സർവീസ് പക്ഷേ അയാളെ അവിടെ നിന്നും അക്യൂറ്റ് ചെയ്ത് പുറത്തുവിടുന്നത് വരെ അയാൾ അക്യൂസ്ഡ് തന്നെയാണല്ലോ. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നയാൾ പ്രതി, കുറ്റാരോപിതൻ, ആ കുറ്റാരോപിതനായി മാറി നിൽക്കുന്നു. ആരാ? കേരളത്തിലെ നിയമമന്ത്രി. ആ നിയമമന്ത്രിക്ക് സല്യൂട്ട് കൊടുക്കേണ്ട ഉദ്യോഗസ്ഥൻ നിയമമന്ത്രിക്കെതിരായ കേസ് അന്വേഷിക്കുന്നു, അദ്ദേഹത്തിന്റെ കറൻസിയുടെ ഉറവിടം കണ്ടെത്തുന്നു, എവിടെ കൊടുത്തുന്നു. ഞാൻ ഒരു കാര്യം പറയാം. ഈ പ്രിലിമിനറി എൻക്വയറിയുടെ കാര്യം എനിക്ക് അനുഭവം ഉണ്ടോ? ഒരാൾ പറഞ്ഞ അയാളുടെ ഭാര്യയെ കൊന്നു എന്ന് പറഞ്ഞൊരു വെട്ടുകത്തിക്കായിട്ട് എൻ്റെ അടുത്ത് വന്നു. നമ്മൾ സ്വാഭാവികമായിട്ട് കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ അന്നേരം കേസ് എടുക്കണം. എനിക്ക് ഈ കൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് സംശയം തോന്നിക്കുമ്പോൾ ഞാൻ ഒരാളെ വിട്ട് ശരിയാണോ അവിടെ വെട്ടുകത്തി ചത്ത് കിടപ്പുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. ചെന്നപ്പോൾ ഇല്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു പ്രിലിമിനറി അല്ല, അത് നമ്മൾ അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു പ്രിലിമിനറി വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൈക്കൂലി ഇല്ലില്ല അതിനകത്തല്ലോ. അതിനുശേഷം നുണപരിശോധന നടന്നല്ലോ സാർ. ഇല്ലില്ല സാർ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയട്ടെ, കോടതി നമുക്കിപ്പോൾ വെരിഫിക്കേഷൻ റിലേ ചെയ്യാൻ പാടില്ല. എവിഡൻസ് സാർ, ഞാൻ പറയട്ടെ, എവിഡൻസിൽ നമുക്കിപ്പോൾ ലഭ്യമായ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള കാര്യം എന്താ? നുണപരിശോധനയാണ്. അല്ല, അത് എന്നെ പോലെ ഒരു ഉദ്യോഗസ്ഥൻ അത് ഒരിക്കലും സ്വീകരിക്കത്തില്ല. അത് ആളിന് നുണപരിശോധന ഒരു കൺക്ലൂസീവ് പ്രൂഫ് അല്ല എന്ന് ഇന്ത്യ മുഴുവൻ അംഗീകരിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി ഒരാൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ അയാൾ സഹായിക്കില്ലേ? ഇല്ല, സഹായിക്കത്തില്ല. ഒരു കാരണവശാലും നല്ലൊരു കള്ളന് ഹാർഡ് കോർ ക്രിമിനൽ ഞാൻ തരാം. ഒരു ഇഞ്ച് പോലും അയാളുടെ മൈൻഡ് മാറ്റം ഉണ്ടാകും. അങ്ങനെ ഒരാളാണോ അമ്പിളി ഡ്രൈവർ? അങ്ങനെ ഒരാളാണോ? അല്ല, ഞാൻ പറയട്ടെ, ഈ അമ്പിളി എന്ന് പറയുന്ന അയാൾ പറയുന്നു മൊഴി കൊടുക്കുന്നു, ഞാൻ കണ്ടു പൈസ കൊടുക്കുന്നത്, ഞാൻ കണ്ടു ബാഗ് കൈമാറുന്നത് കണ്ടു. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഞാൻ നുണപരിശോധനയ്ക്ക്. ഇതിലെ പ്രശ്നം എന്നറിയാമോ? മുഴുവൻ ഈ സാക്ഷികളും സ്വന്തം നിലയ്ക്ക് ആവശ്യപ്പെടുകയാണ്. എന്നെ നുണപരിശോധന ചെയ്യൂ. അവരെയാണ് നുണപരിശോധനയ്ക്ക് വിധേയാക്കുന്നത്. ആ നുണപരിശോധനയും 164 സ്റ്റേറ്റ്മെന്റും മുഴുവൻ പേരുടെയും 164 സ്റ്റേറ്റ്മെന്റ് എടുത്തു. അവർ മൊഴി മാറുമെന്ന് കരുതി. അതിന് പുറമെ അവർ ആദ്യം കൊടുത്ത മൊഴി, പ്രാഥമികമായ മൊഴി, 164 സ്റ്റേറ്റ്മെന്റ്, അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് എടുത്ത നുണപരിശോധന മുഴുവൻ ഒന്നാണ്. ഇനി നാളെ ഒരു കാലത്ത് കേസിന്റെ വിചാരണ ഘട്ടത്തിൽ ഇതെല്ലാം കളവാണെന്ന് തെളിയിക്കപ്പെടട്ടെ. അത് അപ്പോഴല്ലേ? അത് എല്ലാ കേസിലും അങ്ങനെ തന്നെയാണല്ലോ. പക്ഷെ ഇവിടെ ഇപ്പോൾ അയാൾ കുറ്റാരോപിതനാണ്. ആ കുറ്റാരോപിതനായ ആള് രാജിവെക്കില്ല, വിശുദ്ധനാണ്. രാഷ്ട്രീയമല്ല, തീർച്ചയായിട്ടും ജോർജ് ജോസഫ് മാണി രാജിവെക്കണമോ വേണ്ടയോ എന്ന് പറയേണ്ടതില്ല. പക്ഷേ ഒരു കാര്യം, അതായത് തെളിവുകൾ ലഭിക്കില്ല എന്ന് എങ്ങനെ പ്രൊജുഡിസ് ആകാനാകും? അതായത് 15ഉം 10ഉം ലക്ഷങ്ങൾ വീതം കൊടുത്തു. ശരിയാണ്, നിയമപരമായി താങ്കൾ പറയുന്നതിനൊക്കെ ഒരു ചട്ടവും ബന്ധവും ഉണ്ടാകാം. പക്ഷേ അതിനൊക്കെ അപ്പുറമാണ് സത്യം എന്നതാണ്, യാഥാർത്ഥ്യം എന്നാണ് ഇതുവരെയുള്ള കാര്യങ്ങളും വസ്തുതകളും ബോധ്യപ്പെടുത്തുന്നത്. ഒന്ന്, 10ഉം 15ഉം ലക്ഷം മാണി വാങ്ങിച്ചു എന്ന് പ്രഥമ ദൃഷ്ടിയാൽ ഈ ഘട്ടത്തിൽ പോലും കോടതിക്ക് ബോധ്യമാകുന്നുവെങ്കിൽ അതിൻ്റെ സാധ്യതകൾ കിടക്കില്ലേ? ആട് കിടന്നെടുത്ത് ഒരവശിഷ്ടമെങ്കിലും ശേഷിക്കില്ലേ എന്ന നാടൻ ഭാഷ. ഇല്ല, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ അജിം ഷായ്ക്ക് ഇപ്പോൾ 50 ലക്ഷം രൂപ തന്നു എന്ന് കോടതിയിൽ ഒരു മൊഴി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെടുത്ത് പറയാം.
പക്ഷേ അത് കൊടുത്തെന്ന് എനിക്ക് 50 ലക്ഷം രൂപ വേണം ഒന്ന്. രണ്ടാമത് അത് കൊടുത്തതായിട്ട് ആൾക്കാർ കാണണം, അല്ലെങ്കിൽ കൊടുത്തതിന് തെളിവ് വേണം. അതിനാണ് ശ്രീ ജോർജ് ജോസഫ് ഞാൻ ഒരു കാര്യം, ഒരു സംശയം ചോദിക്കുകയാണ്. സംശയമാണ്. എനിക്ക് എ റഹീമിനെ പോലെ ആരോപണങ്ങൾ ഉന്നയിക്കുകയോ പ്രതിരോധിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. ഇതൊക്കെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ചോദ്യങ്ങൾ താങ്കളോട് ചോദിക്കുന്നു, അതിനുള്ള അവസരം താങ്കൾക്ക് തരുന്നു എന്നേ ഉള്ളൂ, നിങ്ങൾക്കായാലും എ റഹീമിനായാലും ആർക്കായാലും. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയരുന്നത് ഇങ്ങനെയാണ്. അതായത് ടവർ ലൊക്കേഷൻ. ഇത് ഒരു റവന്യൂ ഓഫീസറിന് കൊടുത്തതുപോലെ നിസ്സാരപ്പെട്ട കാര്യമല്ല. അധികാരം കൈയാളുന്ന ഒരു വ്യക്തിയാണ്. ടവർ ലൊക്കേഷൻ, പൈസ വിഡ്രോ ചെയ്ത് കോടതി പറഞ്ഞിരിക്കുന്നു ബാർ ഉടമകളുടെ അക്കൗണ്ട് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എടുക്കണം. ആ രേഖകൾ, വിഡ്രോ ചെയ്ത പണം, ആ പണവുമായി എവിടേക്ക് പോയി, അത് ടവർ ലൊക്കേഷൻ വഴി സഹായിക്കുന്നതാണ്. കൊടുത്തു എന്ന് മൊഴി ഉണ്ട്. നുണ പരിശോധനയിൽ താങ്കൾ പറഞ്ഞതുപോലെ ഒരുപക്ഷെ സ്വീകരിക്കപ്പെടാൻ നിയമപരമായി ഒരുപാട് തടസ്സങ്ങളുണ്ട് എങ്കിൽ പോലും അമ്പിളി എന്ന ഡ്രൈവറായ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, മറ്റു ബിജു രമേശ് പറഞ്ഞിട്ടുള്ള അക്കമിട്ട് നിരത്തിയ കാര്യങ്ങൾ ഒക്കെയും സഹായകമാകില്ലേ? വേണമെങ്കിൽ തെളിവുകൾ കണ്ടെത്താം. സുകേഷിനെ പോലെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണെങ്കിൽ, ഇതാണ് എ റഹീമൊക്കെ പറയുന്നത്. അത് മാത്രമല്ല സർ, ഇപ്പോഴത്തെ സ്റ്റാറ്റസിൽ അദ്ദേഹം അക്യൂസ്ഡ് ആണല്ലോ സർ, കുറ്റാരോപിതനാണ് ആണല്ലോ. എഫ്ഐആറിൽ പ്രതി ആണല്ലോ സർ. ഏതൊരു കേസും പരാതി വരുന്നു, എഫ്ഐഎസിന് ശേഷം എഫ്ഐആർ സ്റ്റേറ്റ്മെന്റ് അടിസ്ഥാനത്തിൽ എഫ്ഐആറിൽ വരുമ്പോൾ അയാൾ പ്രതിയല്ലേ? ആ സ്റ്റാറ്റസ് എനിക്ക് ബാധകമാണ്, സാറിന് ബാധകമാണ്, അജിംഷാദിന് ബാധകമാണ്, കേരളത്തിലെ ഇന്ത്യയിലെ ഓരോരുത്തർക്കും IPC പ്രകാരം ബാധകമാണ്. അങ്ങനെയാണെങ്കിൽ അതെന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ബാധകമാകുന്നില്ല? അത് സാറ് പറയുന്നത് കേട്ടാൽ ഒരാളെ സംബന്ധിച്ച് പ്രതി എന്നെങ്കിലും പറയണമെങ്കിൽ ഒടുവിലത്തെ ഫൈനൽ ആർഗ്യുമെന്റും കഴിഞ്ഞ് കോടതിയുടെ വിധി വന്നതിന് ശേഷം അയാളെ പ്രതിയായി പറയാൻ പറ്റുള്ളൂ എന്നാണ് സാർ പറയുന്നത്. അതെങ്ങനെ ശരിയാവും? നമ്മൾ ഇത് ആദ്യം മൂലം ഇത് വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ സുകേഷിൻ്റെ റിപ്പോർട്ടെന്ന് പറയുന്നത് റഫർ റിപ്പോർട്ട് തന്നെയാണ്. അതേ ഒരു ഫൈൻഡിങ് അതിൻ്റെ അകത്ത് എത്തിയില്ല. അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ മാണി കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞ ഒരു ഫൈൻഡിങ് വേണം. ഡ്രോപ്പ് ചെയ്യാനുള്ള റിപ്പോർട്ടാണ് കൊടുത്തത്. കോടതി നോക്കിയിട്ട് ഈ രണ്ടുപേരുടെ, അമ്പിളിയുടെയും ബിജു രമേശിൻ്റെയും പണം കൊടുത്തു എന്ന് പറഞ്ഞ് മാത്രം നിൽക്കുന്നുണ്ട്. അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഒരു എവിഡൻസ് ഇതുവരെ കണ്ടുപിടിച്ചില്ല. ഒന്നുകൂടെ നിങ്ങൾ അതിനകത്തൊരു സംശയം ശ്രീ ജോർജ് ജോസഫ്. അതായത് അങ്ങനെ ഒരു റിപ്പോർട്ടാണ് ഈ സുകേഷൻ സമർപ്പിച്ചതെങ്കിൽ ഡയറക്ടർ നൽകേണ്ടത് എന്താണ്? ഒരിക്കൽ കൂടി അന്വേഷിക്കുകയും അതിന്റെ തെളിവുകൾ സമഗ്രമാക്കണം എന്ന ആവശ്യവുമായി തിരിച്ചു നൽകിയല്ലേ? അത് ഡിസ്ക്രിപ്ഷനാണ്, അത് ഡയറക്ടർ ഡിസ്ക്രിപ്ഷനാണ്. ഇതിനകത്ത് ഡയറക്ടർ നോക്കുന്ന സുകേശൻ ആ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കണ്ടെടുത്ത തെളിവുകൾ, സാക്ഷിമൊഴികൾ, ഇതെല്ലാം വെച്ച് നോക്കിയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു കേസിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രോസിക്യൂഷനിലേക്ക് കൊണ്ടുപോകാനുള്ള സഫീഷ്യൻ്റ് എവിഡൻസ് കിട്ടാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയാൽ, ഞാനാണ് ആ പൊസിഷൻ ഇരിക്കുന്നെങ്കിലും ഞാൻ ആ കേസ് ഈ സുകേഷിൻ്റെ റിപ്പോർട്ട് അതേപടി കോടതിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും, കോടതിയിൽ കൊടുക്കും. എൻ്റെ സ്കൂട്ടറിന് റിപ്പോർട്ടൂടെ എഴുതി ഞാൻ കോടതി കൊടുക്കും. പക്ഷേ കോടതി ഒരു അന്വേഷണം, ഞാൻ ഒരു കാര്യം പറയാം, ഏത് പോലീസിന് അമിതമായ അധികാരങ്ങളുണ്ട്. പോലീസ് അന്വേഷണ ഏജൻസി ഇന്ത്യയിലെ പോലീസാണ്. അതിനകത്ത് കോടതിക്കകത്ത് ഇടപെടാൻ പറ്റില്ല. അന്വേഷണത്തിൽ കണ്ടെത്തുന്ന വിവരങ്ങൾ കോടതി കൊടുത്തു കഴിഞ്ഞാൽ കോടതിയുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റിക്വസ്റ്റ് എന്താണ്, അത് കോടതി ഇത് അക്സെപ്റ്റ് ചെയ്യുകയോ അത് തള്ളിക്കളയുകയോ ചെയ്യാൻ കോടതിക്ക്. തള്ളിക്കളയുമ്പം കോടതി എവിഡൻസസ് ഇല്ല, തള്ളിക്കളയുമ്പം കോടതി അതിൻ്റെ വിശദീകരണം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇന്ന പോലെ അന്വേഷിക്കണമെന്ന് കോടതിക്ക് നിർദ്ദേശിക്കാൻ അവകാശമില്ല.